നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം എന്നു തിരിച്ചു കിട്ടുമെന്നതിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു കൃത്യമായി ഉത്തരം പറയാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് മുനമ്പം സമരസമിതി. പ്രശ്നം പരിഹരിക്കുമെന്ന് മുനമ്പത്ത് എത്തി ഉറപ്പ് നൽകിയ കിരൺ റിജിജു പക്ഷേ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചാണ് മടങ്ങിയത്. മന്ത്രി വ്യക്തമായ പ്രഖ്യാപനം നടത്താത്തതിൽ നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ലെന്നായിരുന്നു മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. മുനമ്പം സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിയിൽ നിന്ന് വലിയൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും മുനമ്പം സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞു. വഖഫ് നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനായി കുറച്ചു സമയം കൂടി അനുവദിക്കണമെന്നുമാണ് മന്ത്രി പറഞ്ഞതെന്നും ഫാദർ ആന്റണി സേവ്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വഖഫ് നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സമ്മതിച്ചതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ കള്ളി വെളിച്ചത്തായെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പം സമരസമിതിയെ അടക്കം BJP വഞ്ചിച്ചെന്നും പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. വഖഫ് ബിൽ പാസ്സായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന UDF നിലപാട് കേന്ദ്രമന്ത്രി റിജിജുവും ശരിവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറന്നിടുന്നതാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലെന്നും പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞുവന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അത് അട്ടിമറിക്കുകയായിരുന്നുവെന്നും രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കാത്തിരിക്കുകയാണ് BJP എന്നും അദ്ദേഹം ആരോപിച്ചു. മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം ജനതയുടെ റവന്യൂ അവകാശം തിരികെ നൽകാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും മുനമ്പത്ത് വരുമെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച 2 പേരും. ആതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്നു ഇവർ അടങ്ങുന്ന കുടുംബം. ഇന്നലെയാണ് ഇവർക്ക് നേരെ കാട്ടാന കൂട്ടത്തിൻ്റെ ആക്രമണമുണ്ടായത്. ഇതോടെ 2 ദിവസത്തിനിടയിൽ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച രാത്രി ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അടിച്ചിൽ തൊട്ടി മേഖലയിലെ തമ്പാൻ്റെ മകൻ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിലെ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി AK ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്.